കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ഏറെ നാളായി അസുഖബാധിതയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, കാനത്തിൽ ജമീല കഴിഞ്ഞ 6 മാസമായി അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായും നമുക്കേറെ ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ജമീലയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഏറെ നാളായി രോഗബാധയായി ചികിത്സയിൽ തുടരവെയാണ് ഇത്തരത്തിൽ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. അർബുദ രോഗത്തെ തുടർന്നായിരുന്നു ഇവരുടെ അന്ത്യം. ഏറെ നാളായി അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ തന്നെയായിരുന്നു കാനത്തിൽ ജമീല. കുറച്ച് അധികം ദിവസങ്ങളായി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ തന്നെയായിരുന്നു. നിലവിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇവരുടെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ കൊയിലാണ്ടി എം.എൽ.എ. ആണ്. ഈ കോഴിക്കോടിന്റെ പൊതുരംഗങ്ങളിലെല്ലാം രാഷ്ട്രീയ രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കാനത്തിൽ ജമീല. 25 വർഷത്തിലധികമായി ഈ കോഴിക്കോടിന്റെ പൊതുരംഗത്ത് നിറസാന്നിധ്യം തന്നെയായിരുന്നു കാനത്തിൽ ജമീല. തലക്കടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ കൊയിലാണ്ടിയിലെ എം.എൽ.എ. സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച എം.എൽ.എ. ആയിരിക്കെയാണ് ഇത്തരത്തിൽ അസുഖബാധിതയായി ഏറെ നാളുകളായി വീട്ടിലെ വിശ്രമജീവിതത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇവരെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കാനത്തിൽ ജമീലയുടെ ജീവൻ നിർത്തിപ്പോയിരുന്നത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു കാനത്തിൽ ജമീലയുടെ അന്ത്യം സംഭവിച്ചത്. ശരി രമ്യ, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാനത്തിൽ ജമീല എം.എൽ.എ. കൊയിലാണ്ടി എം.എൽ.എ. ആണ്. CPM-ന്റെ അന്തരിച്ചിരിക്കുന്നു. അർബുദബാധിതയായി 6 മാസത്തോളം വീട്ടിൽ വിശ്രമാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. രമ്യയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.